എടാ മുടി കൊഴിച്ചിലുള്ളവർക്കേ പുതിയ മുടി കിളിർത്ത് വരാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഇത് അതിനുള്ളൊരു റെമഡിയാണ് കേട്ടോ. നമുക്ക് ഒരു മുട്ടയും ഒരു ചെറുനാരങ്ങയും കുറച്ച് തേങ്ങ ചിരവിയതും മാത്രം മതി. ഇതങ്ങനെ ഒറ്റ യൂസിൽ നിങ്ങൾക്ക് മുടി കിളിർത്ത് വരും അല്ലെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ സഡനായിട്ട് അവിടെ നിൽക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് അങ്ങനെ എന്തായാലും ഉണ്ടാവത്തില്ല. പക്ഷേ ഇത് നിങ്ങൾ യൂസ് ചെയ്താൽ ഒരു മാസം അറ്റ്ലീസ്റ്റ് 3 വീക്സ് നിങ്ങളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുട്ട ഒരു ബോളിലോട്ട് പൊട്ടിച്ച് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് മറ്റേ ബീറ്ററില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കൈയും കൊണ്ട് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പാൽ 1 ടീസ്പൂൺ മതി. പക്ഷേ ഞാൻ പിഴിഞ്ഞപ്പോൾ എനിക്ക് 2 ടീസ്പൂൺ കിട്ടി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ ചെറുനാരങ്ങ ഹാഫ് മതി കേട്ടോ, അധികം ചെറുനാരങ്ങയുടെ ആവശ്യമില്ല. ഒരു പകുതി ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് അതിലോട്ട് പിഴിഞ്ഞൊഴിക്കുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പം ഇത്രയുള്ളൂ നമ്മുടെ ആ ഒരു ഇൻഗ്രീഡിയൻസ്. ഇതിനി നന്നായിട്ട് മുടിയുടെ ഈ സ്കാൽപ്പില്ലേ അവിടെ തേച്ച് പിടിപ്പിക്കുക. സ്കാൽപ്പിൽ മാത്രമല്ലടാ, മുടിയുടെ താഴെ വരെയൊക്കെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അറ്റ്ലീസ്റ്റ് ഇത് നിങ്ങൾ 1 to 1 hour എന്തായാലും വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. പക്ഷെ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം, എന്നാലാണ് ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആദ്യത്തെ ഒരു മാസം 3 ടൈം ചെയ്യുക, പിന്നെ എല്ലാ മാസം 1 തവണ ചെയ്താൽ മതി. അങ്ങനെ ഒരു 6 മാസം ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടുണ്ടായിരിക്കും. അത് ഞാൻ ഗ്യാരണ്ടി. ഒറ്റ യൂസിൽ തന്നെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ലടാ. അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും നിങ്ങൾ റെഗുലറായിട്ട് ഒരു 3 ആഴ്ച റെഗുലറായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ ചെയ്തിരുന്ന കാര്യമാണ്. ഇപ്പോൾ പിന്നെ ഇവിടെ തണുപ്പൊക്കെ ആവുക കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്നില്ല. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്, അപ്പം ഞാനത് അങ്ങനെ വീഡിയോ എടുത്തിട്ടതാ കേട്ടോ. ഇത് പണ്ടത്തെ ഒരു റെമഡിയാണ്. ഇപ്പോൾ ഇത് ആരെങ്കിലും ചെയ്യുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ നല്ല യൂസാണ്. നമ്മൾ എത്ര മുടി കൊഴിഞ്ഞാലും പുതിയ മുടി അവിടെ കിളിർത്ത് വരും. ആ കാര്യം ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ. പക്ഷേ ഈ പറയുന്ന കൂട്ടത്തിൽ ഒരു മാസത്തിൽ 3 തവണയെങ്കിലും നിങ്ങളിത് ചെയ്യണം, എങ്കിൽ മാത്രമേ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണത്തുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇത് നമ്മൾ മുടിയുടെ താഴെയൊക്കെ ഈ സ്പ്ലിറ്റ്നെസ് ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ ഇത് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ എന്തായാലും വെച്ചിരിക്കണം. അതിനുശേഷം ഇത് കഴുകി കളയുക കേട്ടോ. പിന്നെ ഈ അധികം ഈ തണുപ്പിൻ്റെ പ്രശ്നം, ഈ ജലദോഷം അങ്ങനെയൊക്കെ ഉള്ളവർ ഇത് ഒരു മാസം ഈ 3 വീക്സ് റെഗുലറായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ 1 തവണയെങ്കിലും ചെയ്യാൻ നോക്കുക. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിൽക്കും. അതുപോലെ കൊഴിഞ്ഞ മുടിയില്ലേ, അതിന് പകരം ആ കൊഴിഞ്ഞ മുടിക്ക് പകരം പുതിയ മുടി കിളിർത്തും വരും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി ഇതിനെപ്പറ്റി അറിയുമെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇട്ട് പറയുക. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ പുതിയ ട്രിക്സ് അതൊക്കെ അറിയുമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കണ്ട, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്